മഴക്കാലം കടലിലെ രാസമാലിന്യ ഭീഷണി താഴാതെ പച്ചമീൻ വില ഒപ്പം പിടിച്ച് ഇറച്ചി വിലയും സാധാരണക്കാരന്റെ നടുവൊടിക്കും വിധം നോൺ വെജ് വിപണിയിലെ വിലക്കയറ്റവും ഉണ്ടായി. ഒരു മാസമായി ഉയർന്നു നിൽക്കുന്ന പച്ചമീൻ വിലയിലെ വർധന അടുത്ത ആഴ്ച ട്രോളിംഗ് നിരോധനം ആരംഭിക്കുന്നതോടെ വീണ്ടും ഉയരുമെന്നും വ്യാപാരികൾ പറയുന്നുണ്ട്. വലിയ പെരുന്നാളിന്റെ ഭാഗമായി ഇറച്ചി വിലയും ഉയർന്നിട്ടുണ്ട്. ചെറുമീനുകൾക്കും വലിയ മീനുകൾക്കും ഒരുപോലെ വില ഉയരുകയാണ്. 220 രൂപ വിലയുള്ള ഒഴുകലാണ് കടൽ മീനിൽ ഏറ്റവും വില കുറഞ്ഞത്. മത്തി 260, അയല 340 രൂപ, കിളി 320, മുരശ് 300, ചൂര 340, തോപ്പാര വറ്റ 340, മങ്കട 240, തിരിയാൻ 260 എന്നിങ്ങനെയാണ് വില. ചെമ്മീൻ വില 450 മുതൽ 500 രൂപ വരെയാണ്. വലിയ മീനുകൾ പലതിന്റെയും വില ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇരട്ടിയായി വർദ്ധിച്ചു. കേര 560 മുതൽ 600 രൂപ വരെയും, തള 600 മുതൽ 620 രൂപ വരെയും, മോത 620 രൂപയും, കാളാഞ്ചി വില 1000-നടുത്തും നെയ്മീൻ വില 1000-ന് മുകളിലുമാണ്. വിള, വറ്റ, കാളാഞ്ചി പോലുള്ള മീൻ പലതും കിട്ടാനുമില്ലെന്നും വ്യാപാരികൾ പറയുന്നുണ്ട്. കപ്പൽ അപകടത്തെ തുടർന്നുള്ള രാസമാലിന്യ ഭീഷണി കായൽ വളർത്തു മീനുകളുടെ വിലയും താഴാതെ നിൽക്കാൻ കാരണമാകുന്നുണ്ട്. പലരും കടൽ മീൻ ഉപേക്ഷിച്ച് കായൽ മീനിലേക്ക് തിരിയുന്നതാണ് കാരണം. തിലാപ്പിയ 180, റോക്ക് 260, വാള 220 മുതൽ 250 രൂപ വരെ, മുരശ് 350 മുതൽ 400 വരെയും, കരിമീൻ വലുപ്പമനുസരിച്ച് 600 രൂപ വരെയും എന്നിങ്ങനെ പോകുന്നു വില. കാരി, വരാൽ എന്നിവയുടെ വില 300 രൂപയ്ക്കും മുകളിലാണ് പലയിടങ്ങളിലും. കായൽ മത്സ്യങ്ങൾ എന്ന പേരിൽ വളർത്തു മത്സ്യങ്ങൾ വൻ വിലയ്ക്ക് വിൽക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. പുല്ലൻ ഇനത്തിൽപ്പെട്ട മീനിന് കാലവർഷ തുടക്കത്തിൽ കിലോയ്ക്ക് 80 രൂപയിലേക്ക് വരെ വില താഴ്ന്നിരുന്നുവെങ്കിലും ഇപ്പോൾ വില 100 രൂപയ്ക്ക് മുകളിലാണ്. തമിഴ്നാട്ടിൽ നേരത്തെ ആരംഭിച്ച ട്രോളിംഗ് നിരോധനത്തിന്റെ പേരിലാണ് വലിയ മത്സ്യങ്ങളുടെ വില ഉയർന്നത്. പിന്നാലെ കാലവർഷം സജീവമായതോടെ കഴിഞ്ഞ ആഴ്ച കേരള തീരത്ത് നിന്നും കടലിൽ പോകുന്നവരുടെ എണ്ണം കുറഞ്ഞതും ചെറിയ മീനുകളുടെ വിലയും വർദ്ധിക്കാൻ കാരണമായി. കണ്ടെയ്നർ അപകടത്തെ തുടർന്നുള്ള ഭീതിയെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ മാറി നിന്നതും മത്സ്യക്ഷാമത്തിന് കാരണമായിരുന്നു. അടുത്ത ആഴ്ച ട്രോളിംഗ് നിരോധനം ആരംഭിക്കുന്നതോടെ മീൻ വിപണിയിൽ കടുത്ത ക്ഷാമം അനുഭവപ്പെടുകയും വില വീണ്ടും കുതിക്കുകയും ചെയ്യുമെന്നും വ്യാപാരികൾ പറയുന്നുണ്ട്. അതുപോലെ അടുക്കളയെ തീ പിടിച്ചു നോൺ വെജ് പോലെ പച്ചക്കറി വിലയും കുതിക്കുകയാണ്. പതിവ് പോലെ മഴയാണ് വില വർധനയ്ക്കുള്ള കാരണം. എല്ലാ ഇനം പച്ചക്കറികളുടെയും വിലയിൽ 2 ആഴ്ച മുമ്പുള്ളതിനേക്കാൾ ശരാശരി 10 മുതൽ 15 രൂപയുടെ വില വർധനവുണ്ടായിട്ടുണ്ട് എന്നും വ്യാപാരികൾ പറയുന്നു. കാലവർഷത്തിന്റെ തുടക്കത്തിൽ തമിഴ്നാടിന്റെ പലയിടങ്ങളിലും ശക്തമായ മഴ പെയ്തതും ഇവിടെയുണ്ടായ മഴയെ തുടർന്ന് നാടൻ പച്ചക്കറികൾക്കുണ്ടായ ക്ഷാമവും വില വർധനയ്ക്ക് കാരണമായതായി വ്യാപാരികൾ പറയുന്നു. എല്ലാ മഴക്കാലത്തെയും പോലെ ബീൻസ് പയറാണ് വിലയിലെ താരം. 1 കിലോ ബീൻസിന്റെ വില 160 രൂപയായി. മിക്ക ഇനങ്ങളുടെയും വില 60 രൂപയ്ക്ക് മുകളിലാണ്. ഭൂരിഭാഗം ഇനങ്ങൾക്കും വിപണിയിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെങ്കിലും പയറിനും പടവലത്തിനും ക്ഷാമമുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നുണ്ട്. കമ്പം, കോയമ്പത്തൂർ, മേട്ടുപ്പാളയം, ഊട്ടി മാർക്കറ്റുകളിൽ നിന്നാണ് ജില്ലയിലെ മിക്ക മാർക്കറ്റുകളിലേക്കും പച്ചക്കറി എത്തുന്നത്. കോവയ്ക്ക 60, കറിക്കായ 40, പാവയ്ക്ക 80, മുളക് 60, ക്യാരറ്റ് 60 മുതൽ 80 രൂപ വരെ, വെണ്ടയ്ക്ക 60, ബീട്രൂട്ട് 60, തക്കാളി 40 രൂപ, മുരിങ്ങയ്ക്ക 100, മാങ്ങ 60 മുതൽ 80 രൂപ വരെ, കത്രിക്ക 60 രൂപ, വഴുതന 60, പടവലങ്ങ 60, ഉള്ളി 80 രൂപ, ഇഞ്ചി 80 രൂപ, കിഴങ്ങ് 40, സവാള 25, വാഴച്ചുണ്ടിന് 15 മുതൽ 20 രൂപ വരെ. നിലവിൽ വിപണിയിൽ എത്തുന്ന നാടൻ ഇനങ്ങളുടെ അളവ് കുറവാണ്. പലയിടങ്ങളിലും ഉണ്ടായിരുന്ന പയർ, കോവൽ, പടവലം എന്നിവയെല്ലാം കഴിഞ്ഞ ആഴ്ച ഉണ്ടായ മഴയിൽ വെള്ളത്തിലായി. കരയിൽ കൃഷി ചെയ്തിരുന്ന പച്ചക്കറികളും ശക്തമായ മഴയിൽ നശിച്ചു. അതോടൊപ്പം മീൻ വിപണിയിലെ വിലക്കയറ്റത്തെ തുടർന്ന് ഡിമാൻഡ് കൂടിയതോടെ ചിക്കൻ വിലയും കുതിക്കുകയാണ്. കിലോയ്ക്ക് 155 മുതൽ 160 രൂപ വരെയാണ് വില. വലിയ പെരുന്നാൾ അടുത്തതും വില വർധനവിന് കാരണമായി എന്ന് വ്യാപാരികൾ പറയുന്നുണ്ട്. 400 മുതൽ 420 രൂപയായിരുന്ന പോത്തിറച്ചി വില ഒറ്റയടിക്ക് 440 മുതൽ 460 രൂപയായി. ആട്ടിറച്ചി വില മിക്കയിടങ്ങളിലും 1000-ലേക്ക് അടുക്കുകയാണ്. ജില്ലയിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലെയും ഇറച്ചി പ്രേമികൾക്കിഷ്ടം പോത്തിറച്ചിയാണ്. എന്നാൽ പോത്തിനുണ്ടായ ക്ഷാമം ഇറച്ചി വില വർധനയ്ക്ക് കാരണമാകുന്നതായി വ്യാപാരികൾ പറയുന്നുണ്ട്. മുൻ വർഷങ്ങളിൽ വന്നതിന്റെ പകുതി പോലും ഇപ്പോൾ വരുന്നില്ല.
ഇതിനു പുറമെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വളർത്താൻ കൊണ്ടുവന്ന പോത്തുകളിൽ പലതും രോഗം ബാധിച്ച് ചത്തതും പോത്തിറച്ചി ക്ഷാമത്തിന് കാരണമാകുന്നുണ്ട്. പോത്തിറച്ചി എന്ന പേരിൽ ജില്ലയിൽ പല ഇറച്ചിക്കടകളിലും കോൾഡ് സ്റ്റോറേജുകളിലും കാള ഇറച്ചി വിൽക്കുന്നുമുണ്ട്. സൂപ്പർ മാർക്കറ്റുകളിൽ ഉൾപ്പെടെ കുറഞ്ഞ വിലയ്ക്ക് സുനാമി ഇറച്ചിയും വിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ ഭക്ഷ്യ ഉപദേശക സമിതി യോഗത്തിൽ ജില്ലയിലെ ഇറച്ചി വില വർധന വിഷയം ചർച്ചയായിരുന്നു.